ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 75. വ്യാസപ്രസാദാശ്രുതവാനേതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. വിവർത്തനം. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാനിടവന്നു. ഭാവാർത്ഥം: സഞ്ജയന്റെ ആധ്യാത്മിക ഗുരുവാണ് വ്യാസൻ. ഭഗവാനെ തനിക്കറിയാൻ സാധിച്ചത് വ്യാസപ്രസാദം കൊണ്ടാണെന്ന് സഞ്ജയൻ സമ്മതിക്കുന്നു. കൃഷ്ണനെക്കുറിച്ച് ജ്ഞാനം നേടേണ്ടത് നേരിട്ടല്ല, ഗുരുവിലൂടെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അനുഭൂതി നേരിട്ടു തന്നെയെങ്കിലും സുതാര്യമായ മാധ്യമമായി ആധ്യാത്മിക ഗുരു നിലകൊള്ളുന്നുണ്ട്. ഇതാണ് ശിഷ്യപരമ്പരയുടെ രഹസ്യം. ആചാര്യൻ തികച്ചും വിശ്വാസ്യനാണെങ്കിൽ അർജുനൻ എന്ന പോലെ ഭഗവത്ഗീത നേരിട്ടു തന്നെ കേൾക്കാം. ഈ ലോകത്തിൽ ജ്ഞാനികളും യോഗികളും ഒട്ടേറെയുണ്ട്. കൃഷ്ണനാണ് എല്ലാ യോഗ പദ്ധതികളുടെയും നാഥൻ. ഭഗവത്ഗീത കൃഷ്ണന്റെ ഉപദേശമെന്താണെന്ന് സ്പഷ്ടമാക്കുന്നു. കൃഷ്ണന് സ്വയം സമർപ്പിക്കുക എന്നതാണത്. അങ്ങനെ ആത്മാർപ്പണം ചെയ്യുന്നവനാണ് യോഗികളിൽ വെച്ച് ഉത്തമനെന്ന് 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യോഗിനാമഭി സർവേഷാം 6:47 എന്നാരംഭിക്കുന്ന ശ്ലോകം സ്ഥിരീകരിക്കുന്നുണ്ട്. കൃഷ്ണന്റെ നേരിട്ടുള്ള ശിഷ്യനാണ് നാരദൻ. വ്യാസന്റെ ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അതിനാൽ അർജുനനെ പോലെ വിശ്വാസ്യനാണ് ശിഷ്യപരമ്പരയിൽപ്പെട്ട വ്യാസൻ. സഞ്ജയനാകട്ടെ വ്യാസന്റെ ശിഷ്യനും. അങ്ങനെ വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയന്റെ ഇന്ദ്രിയങ്ങൾ പവിത്രീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കൃഷ്ണനെ നേരിട്ട് കാണാനും കേൾക്കാനും കഴിവുണ്ടായി. കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവർക്ക് ഈ പരമരഹസ്യം സുഗ്രാഹ്യമാകും. ശിഷ്യപരമ്പരയിൽപ്പെടാത്തവർക്ക് കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാനാവില്ല. തന്മൂലം അവരുടെ ജ്ഞാനം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അപൂർണമായിരിക്കും. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം തുടങ്ങിയ എല്ലാ യോഗങ്ങളെപ്പറ്റിയും ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ നിഗൂഢതയുടെയെല്ലാം നാഥൻ കൃഷ്ണനാണ്. അർജുനന് കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായതുപോലെ വ്യാസദേവന്റെ കാരുണ്യത്താൽ സഞ്ജയനും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മനസ്സിലാക്കണം. വ്യാസനെപ്പോലെയുള്ള ഒരാധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേൾക്കുന്നതും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ആധ്യാത്മിക ആചാര്യൻ വ്യാസദേവന്റെ പ്രതിപുരുഷനുമാണ്. വൈദിക രീതിയനുസരിച്ച് ആധ്യാത്മിക ആചാര്യന്റെ ജന്മനാൾ ശിഷ്യന്മാർ വ്യാസപൂജ എന്ന പേരിൽ ആഘോഷിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.